ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 45 ബാലലീലകൾ. ശ്ലോകം 9. മമ ഖലു ബലിഗേഃ യാചനം ജാതമാസ്താമിഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതി കിം ദേവ സന്ധ്യജ്യ യാജ്ഞാം ദധികൃതമഹരസ്ത്വം ചാരുണാചോരണേന. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. മമ ഖലു ബലിഗേഃ യാചനം ജാതം ആസ്താം ഇഹ പുനർ അബലാനാം അഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതി. അവിടെ വിസർഗം. കിം ദേവ സംത്യജ്യ യാജ്ഞാം ദധികൃതം അഹര സ്ത്വം ചാരുണാചോരണേന. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മമ ഖലു എനിക്കാകട്ടെ, ബലിഗേഃ ബലിയുടെ ഗൃഹത്തിൽ, യാചനം ഭിക്ഷയെടുക്കുക എന്നത്, ജാതം സംഭവിച്ചു, ആസ്താം അതിരിക്കട്ടെ, ഇഹ പുന ഇവിടെ ഈ ഗോകുലത്തിൽ, അബലാനാം അബലകളുടെ, അഗ്രത മുമ്പിൽ, നൈവ കുർവേ യാചിക്കാൻ ഞാൻ ഒരുമ്പെടുന്നില്ല, ഇതി എന്നിങ്ങനെ, വിഹിതമതി മനസ്സിൽ ഉറച്ചിട്ട്, കിം ആണോ, ദേവ അല്ലയോ ഭഗവൻ, ത്വം അങ്ങ്, സംത്യജ്യ വേണ്ടെന്ന് വച്ച്, യാജ്ഞാം യാചനത്തെ, ദധികൃതം തൈരും നെയ്യും, അഹര അപഹരിച്ചത്, ചാരുണ മനോഹരമായ, ചോരണേന മോഷണം കൊണ്ട്. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. മമ ഖലു, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ബലിഗേഃ, ബ എന്നുള്ളത് ബാലൻ എന്നൊക്കെ ഉള്ളതിലത്തെ ബ എന്നാണ്. യാചനം യാച്ച എന്നാണ്. ജാതമാസ്താം അവിടെ ജന്ന്. യാചനം ജാതമാസ്താം ഇഹ പുനരബലാനാം, ഇവിടെയും ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിലത്തെ. അഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതി, അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. കിം ദേവ സംത്യജ്യ, അത് ചേർത്ത് ചൊല്ലുമ്പോൾ സന്ധ്യജ്യ എന്നാവും. യാജ്ഞാം ച ചന്ദ്രക്കല ഇട്ടിട്ട് പിന്നെ ഞാം, യാജ്ഞാം ദധികൃതമഹരസ്ത്വം, ദധി ദ എന്നുള്ളത് ദയയിലത്തെ ധി എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഖൃ എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. ചാരുണ ചോരണേന, അങ്ങനെ നിർത്താം. മമ ഖലു ബലിഗേഃ യാചനം ജാതമാസ്താമിഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതി കിം ദേവ സന്ധ്യജ്യ യാജ്ഞാം ദധികൃതമഹരസ്ത്വം ചാരുണാചോരണേന. അടുത്തത് 10ാമത്തെ ശ്ലോകം. തവ ദധികൃതമോഷേ ഘോഷയോഷാ ജനാനാമഭജത ഹൃദി രോഷോ നാവകാശം ന ശോകഃ ഹൃദയമഭിമുഷിത്വാ ഹർഷസിന്ധൗന്യഥാസ്ത്വം സമമ ശമയരോഗാൻ ബാധകേഹാധിനാഥ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. തവ ദധികൃതമോഷേ ഘോഷ യോഷാജനാനാം അഭജത ഹൃദി രോഷോ നാവകാശം ന ശോകഃ, അവിടെ വിസർഗം. ഹൃദയം അഭിമുഷിത്വ ഹർഷ സിന്ധൗ ന്യഥാ സ്ത്വം സമമ ശമയ രോഗാൻ വാദഗേഹാധിനാഥ.
നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തവ അങ്ങയുടെ ദധികൃത മോശെ തൈരും മോരും മോഷ്ടിക്കുന്നതിൽ രോഷ കോപം ഘോഷയോഷാ ജനാനാം ഗോകുല സ്ത്രീജനങ്ങളുടെ ന അഭജത നേടിയില്ല ഹൃദി മനസ്സിൽ അവകാശം സ്ഥലം ശോക ശോകവും ഹൃദയം അപി ഹൃദയത്തെയും മുഷിത്വ മോഷ്ടിച്ചിട്ട് ഹർഷസിന്ധൗ സന്തോഷ സമുദ്രത്തിൽ ന്യഥ സ്ഥാപിച്ചു സത്വം ആ അങ്ങ് മമ രോഗാൻ എൻ്റെ രോഗങ്ങളെ ശമയ ഇല്ലാതാക്കിയാലും വാദഗേഹാധിനാഥ ഗുരുവായൂരപ്പ. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. തവ ദധികൃത മോശെ ദ എന്നുള്ളത് ദയിലത്തെ ധി എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഖൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഘോഷയോഷാജനാനാം അവിടെയും അതേപോലെ ഖോ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. അഭജത എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഹൃദി രോഷോ ന അവകാശം ന ശോക അവിടെ വിസർഗം. ഹൃദയമപി മുഷിത്വ ഹർഷസിന്ധൗ ന്ധൗ എന്നുള്ളത് നാഥ എന്നാണ് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ന്യഥാസ്ത്വം ഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. സ മമ ശമയ രോഗാൻ വാദഗേഹാധിനാഥ ഗേഹാധി എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. നാഥ എന്നുള്ളതിൻ്റെ ഥാന്നും ഊന്നി പറയാനുള്ളതാണ്. അങ്ങനെ നിർത്താം. തവ ദധികൃത മോശേ ഘോഷയോഷാ ജനാനാമഭജത ഹൃദി രോഷോ നാവകാശം ന ശോക ഹൃദയമപി മുഷിത്വാ ഹർഷസിന്ധൗ ന്യഥാസ്ത്വം സമമ ശമയ രോഗാൻ വാദഗേഹാധിനാഥ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.